subspace of R cube given by U is equal to span of 1, 1, 1, 0, 1, 2. Find the projection onto U of the vector x is equal to 6, 0, 0. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? യു എന്ന് പറയുന്നത് എന്താണ്? ആർ ക്യൂബിൻ്റെ ഒരു സബ്സ്പേസ് ആണ്, സ്പാൻഡ് ബൈ ദീസ് ടു വെക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വെക്ടേഴ്സും സ്പാൻ ചെയ്തിട്ടുള്ള ഒരു സബ്സ്പേസ് ആണ്, ആർ ക്യൂബിൻ്റെ ഒരു സബ്സ്പേസ് ആണ് യു. സോ ആ യുവിലേക്ക് പ്രൊജക്ഷൻ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓൺ ടു യു ഓഫ് ദ വെക്ടർ എക്സ് ഇസ് ഈക്വൽ ടു 6, 0, 0. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, സോ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറിനെ എവിടേക്കാണ് സ്പാൻ ചെയ്തിട്ടുള്ളത്? യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസിലേക്ക് സ്പാൻ ചെയ്തിട്ടുണ്ട്, യു എന്ന് പറയുന്ന സബ്സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യു എന്ന് പറയുന്ന സബ്സ്പേസ് എന്താണ്? സ്പാൻ ഓഫ് നമ്മുടെ B1 വെക്റ്റർ, B2 വെക്റ്റർ. അപ്പം ഇവിടെ B1 എന്ന് പറയുന്നത് 1, 1, 1ഉം B2 എന്ന് പറയുന്നത് 0, 1, 2 ആണ്. സോ U is equal to span of B1, B2. Find the projection onto U of the vector x is equal to 6, 0, 0. സോ ഈ വെക്റ്ററിൻ്റെ പ്രൊജക്ഷൻ ആണ് x is equal to 6, 0, 0 എന്ന് പറയുന്ന ഈ വെക്റ്ററിൻ്റെ ഈ സബ്സ്പേസിലേക്കുള്ള പ്രൊജക്ഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ പ്രൊജക്ഷൻ്റെ ഫോർമുല എന്താ? പ്രൊജക്ഷൻ എങ്ങനെയാണ്? നമ്മൾ പ്രൊജക്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് U1, U2 എക്സെട്ര UT എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടെങ്കിൽ, ഒരു സബ്സ്പേസിൻ്റെ U1, U2 എക്സെട്ര UT എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ ബേസിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അതിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു ഒരു വെക്റ്റർ, ഒരു V എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമുക്ക് RNൽ എടുത്തു കഴിഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ ഈ സബ്സ്പേസിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താ? പ്രൊജക്ഷൻ ഓഫ് V ഓൺ ടു S. അതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ V ഓൺ ടു S. പ്രൊജക്ഷൻ ഓഫ് V ഓൺ ടു S ദാറ്റ് ഈസ് ഈക്വൽ ടു V ഡോട്ട് U1 ഇൻറ്റു U1 പ്ലസ് V ഡോട്ട് U2 ഇൻറ്റു U2 പ്ലസ് എക്സെട്ര പ്ലസ് V ഡോട്ട് UT ഇൻറ്റു UT. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? പ്രൊജക്ഷനെ എഴുതുക. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ തന്നിട്ടുള്ള ബേസിസ്, യു എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദീസ് B1 ആൻഡ് B2 ആണെങ്കിൽ ഈ ഒരു യുവിൻ്റെ ബേസിസ് വെക്ടേഴ്സ് ആരൊക്കെയാ? 1, 1, 1ഉം 0, 1, 2 ആണ്. സോ ഈ യുവിൻ്റെ ഈ രണ്ട് വെക്ടേഴ്സിനെയും നമ്മൾ എന്താക്കണം? ആദ്യം ഓർത്തോനോർമൽ ബേസിസ് ആക്കണം. സോ യുവിന് ഗിവൺ ബേസിസ് എന്താണ്? ഗിവൺ ബേസിസ് V1 is equal to 1, 1, 1, V2 is equal to 0, 1, 2 ആണ്. സോ ഈ 1, 1, 1നെയും 0, 1, 2നെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓർത്തോനോർമൽ ബേസിസ് ആക്കണം. ചേഞ്ച് V1 ആൻഡ് V2 ഇൻറ്റു ഓർത്തോനോർമൽ വെക്ടേഴ്സ്. സോ ഈ V1നെയും V2നെയും ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ യൂസിങ് ഗ്രാം ഷ്മിഡ്ത് ഓർത്തോനോർമലൈസേഷൻ. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാം ഷ്മിഡ്ത് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ U1നെയും U2നെയും ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആക്കേണ്ടത്. സോ U1നെയും U2നെയും ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആക്കാൻ നമ്മുടെ ഗ്രാം ഷ്മിഡ്ത് ഓർത്തോനോർമലൈസേഷൻ യൂസ് ചെയ്യണം. സോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ W1 is equal to V1 ആയിട്ട് എടുത്തു, ദാറ്റ് ഈസ് 1, 1, 1. സോ അതാണ് നമ്മൾ W1. ഇനി നമുക്ക് എന്ത് വേണം? സോ ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നമ്മൾ ഗ്രാം ഷ്മിഡ്ത് ഓർത്തോനോർമലൈസേഷൻ ചെയ്യാൻ കാരണം ഈ V1ഉം V2ഉം ഓർത്തോനോർമൽ അല്ലാത്ത വെക്ടേഴ്സ് ആയതുകൊണ്ടാണ്. പക്ഷേ ഈ V1ഉം V2 ഓർത്തോനോർമൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊജക്ഷൻ കാണാമായിരുന്നു. പക്ഷേ ഈ V1ഉം V2ഉം ഓർത്തോനോർമൽ അല്ല, കാരണം ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ നമുക്കറിയാം. നോം V1 നമ്മൾ കണ്ടു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1, 1, 1 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. അതുപോലെ V2ൻ്റെതും കണ്ടു നോക്കിയാൽ നമ്മൾ V2 ഡിവൈഡഡ് ബൈ √5 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇത് ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല.
അതുപോലെ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടില്ല. സോ അത് ഓർത്തോനോർമൽ വെക്റ്റേഴ്സ് അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാം ഷ്മിഡ്ത്ത് യൂസ് ചെയ്തിട്ട് അതിനെ ഓർത്തോനോർമൽ വെക്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. സോ W1 = V1 = 1 1 1 എന്ന് ചെയ്തു. ഇനി W2 എന്താണ്? W2 = V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2, W1 ഡിവൈഡഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1, W1 ഇൻറ്റു W1. സോ അതാണ് W2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വേണം, ഇവിടെ ഈ W2 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, V2 ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2 W1ഉം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1 W1ഉം വേണം. സോ ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2, W1 ദാറ്റ് ഈസ് ഈക്വൽ ടു V2ൻ്റെയും W1ൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് V2 എന്താണ്, V2 0 1 2 ഇൻറ്റു W1 1 1 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് XYZ കോർഡിനേറ്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യും. സോ 0 × 1 പ്ലസ് 1 × 1 പ്ലസ് 2 × 1. സോ ദാറ്റ് ഈസ് 0 × 1 പ്ലസ് 1 × 1 പ്ലസ് 2 × 1. So that is equal to 1 plus 2, that is equal to 3. So inner product of V2, W1 is equal to 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1, W1. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1, W1 എന്ന് പറയുന്നത് എങ്ങനെ വരും, ഈ ഒരു വെക്റ്റർ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഈസ് 1 1 1 ഇൻറ്റു 1 1 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ 1 × 1 പ്ലസ് 1 × 1 പ്ലസ് 1 × 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. സോ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2, W1ഉം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1, W1ഉം നമുക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് W2 കാണാം. സോ W2 is equal to ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ W2 is equal to V2 മൈനസ് ഈ ഒരു വാല്യൂ. സോ V2 എന്താണ്, V2 0 1 2 ആണ്. V2 is equal to 0 1 2 മൈനസ് 3/3 ഇൻറ്റു അടുത്തത് എന്ത് വരും, W1. സോ W1 is equal to 0 1 1 1. സോ 1 1 1. സോ W2 is equal to 0 1 2 minus 3/3 into 1 1 1. So that is equal to 0 1 2 minus 1 1 1. Okay, so this is equal to 0 minus 1, that is minus 1. അടുത്തത് 1 minus 1, that is 0. അത് കഴിഞ്ഞ് എങ്ങനെ വരും, 2 minus 1, that is 1. ഓക്കെ, സോ മൈനസ് 1 0 1 ആണ് നമ്മുടെ W2. സോ നമുക്ക് W1 1 1 1 ഉണ്ട്, W2 -1 0 1 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് വെക്റ്റേഴ്സ് ആക്കണം. എങ്കിൽ ഇതിപ്പം ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആയിരുന്നു. ഇനി ചേഞ്ചിങ് W1 and W2 ടു യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ W1നെയും W2നെയും നമ്മൾ എന്താക്കണം, യൂണിറ്റ് വെക്റ്റേഴ്സ് ആക്കണം. സോ W1നെ മാറ്റുമ്പോൾ എന്ത് വരും, U1 is equal to W1 by norm W1, that is equal to W1 എന്താണ് 1 1 1. സോ 1 1 1 by norm W1. norm W1 എന്താ, that is root of 1 square plus 1 square plus 1 square, that is equal to 1 1 1 divided by root 3, that is equal to ഇങ്ങനെ വരും 1 by root 3 1 by root 3 1 by root 3. സോ ഇതാണ് നമ്മുടെ U1. ഇനി U2 നോക്കണം. അതിന് W2നെ നമ്മൾ യൂണിറ്റ് വെക്റ്റർ ആക്കണം. സോ U2 is equal to W2 divided by norm W2, that is equal to ഇവിടെ W2 എന്താണ് -1 0 1 ആണ്. -1 0 1 divided by square root of -1 whole square plus 0 square plus 1 square, that is equal to -1 0 1 divided by root 2. സോ നമ്മൾ ഈ -1 0 1ലെ ഓരോ XYZ കോർഡിനേറ്റ്സിനെ നമ്മൾ root 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -1/√2 0 1/√2. ഓക്കെ, സോ നമുക്ക് W1ഉം W2ഉം കിട്ടി, സോറി U1ഉം U2ഉം കിട്ടി. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ തന്നിട്ടുള്ള ബേസിസിനെ ഓർത്തോനോർമൽ വെക്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റി. തന്നിട്ടുള്ള ബേസിസിനെ ഓർത്തോനോർമൽ ബേസിസ് ആക്കി.
സോ ഹെൻസ് ദ ഓർത്തോനോർമൽ ബേസിസ് അപ്പം നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് എന്ത് കിട്ടി? ബി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു u1 u2 ഇസ് ഈക്വൽ ടു 1/√3 1/√3 1/√3, അതുപോലെ വേറെ എന്തുണ്ട്? -1/√2 0 1/√2. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഓർത്തോനോർമൽ ബേസിസ്. അപ്പോൾ ഈ ഓർത്തോനോർമൽ ബേസിസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ വെക്റ്ററിനെ ഈ ഓർത്തോനോർമൽ ബേസിസിലേക്കാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഈ എസിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ് നമ്മൾ പ്രൊജക്ഷനിൽ യൂസ് ചെയ്യേണ്ടത്. സോ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു എസ്. സോ ഇനിയാണ് നമ്മൾ പ്രൊജക്ഷൻ യൂസ് ചെയ്യുക. ഈ വി എന്ന് പറയുന്ന വെക്റ്ററിനെ എസ്സിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്ന സബ്സ്പേസിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഈ എസ്സിലേക്കാണ് വരുന്നത്, വിനെ എസ്സിലേക്ക് കൊണ്ടുവരിക. സോ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്താ? പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ ആണ് വി ഡോട്ട് u1 ഇൻറ്റു u1 പ്ലസ് വി ഡോട്ട് u2 ഇൻറ്റു u2 പ്ലസ് അങ്ങനെ പോകും. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ നേരത്തെ കണ്ടല്ലോ. സോ അതാണ് പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വി എന്താ? നമുക്ക് തന്നിട്ടുള്ള വി അഥവാ എക്സ്, ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ആണ്. സോ എക്സ് 6 0 0 ആണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്. സോ 6 0 0. സോ 6 0 0 ഡോട്ട് u1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/√3 1/√3 1/√3 ഓക്കെ ഇൻറ്റു u1 ദാറ്റ് ഈസ് 1/√3 1/√3 1/√3 ഓക്കെ. സോ വി ഡോട്ട് u1 ഇൻറ്റു u1 പ്ലസ് അടുത്തത് വി ഡോട്ട് u2 ഇൻറ്റു u2. സോ വി ഡോട്ട് u2 എന്ന് പറയുമ്പോൾ 6 0 0 ഡോട്ട് u2 എന്ന് പറയുമ്പോൾ അത് -1/√2 0 1/√2 ഇൻറ്റു എന്ത് വരും? u2 എന്ന് പറയുമ്പോൾ അത് -1/√2 0 1/√2 ആവും. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. സോ ആദ്യം ഈ ഡോട്ട് പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. സോ 6 0 0 ഡോട്ട് 1/√3 1/√3 1/√3. സോ 6 ഇൻറ്റു 1/√3. സോ ദാറ്റ് ഈസ് ആദ്യത്തെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 6/√3 കോമ അടുത്തത് എന്ത് വരും? ഈ 0 ഇൻറ്റു 1/√3 പ്ലസ് 0 ഇൻറ്റു 1/√3 ഓക്കെ. സോ നമുക്കിവിടെ എങ്ങനെ കിട്ടും? 6/√3 പ്ലസ് 0 ഇൻറ്റു 1/√3 ദാറ്റ് ഈസ് 0 പ്ലസ് 0 അല്ലേ? 6/√3 ഇൻറ്റു എങ്ങനെ വരും? 1/√3 1/√3 1/√3. സോ നമ്മൾ ആദ്യം ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തു. ഇൻറ്റു ഈ വെക്റ്റർ പ്ലസ് ബാക്കി എന്തുണ്ട്? പ്ലസ് ബാക്കി എങ്ങനെ വരും? 6 0 0 ഡോട്ട് 1/√2 0 1/√2. സോ ഈ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 6 0 0. സോ ഈ വെക്റ്ററിലെ ഈ ഓരോ കോർഡിനേറ്റ്സിനെയും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 6 ഇൻറ്റു -1/√2. സോ 6 ഇൻറ്റു -1/√2 പ്ലസ് അടുത്തത് എന്തുണ്ട്? 0 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 പ്ലസ് 0 ഇൻറ്റു 1/√2 ദാറ്റ് ഈസ് 0. ഇനി അടുത്തത് ബാക്കി നമുക്ക് ഇവിടെ ഈ വെക്റ്റർ ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് കഴിഞ്ഞു. ഇനി ഈ വെക്റ്റർ ഉണ്ട്. ഇൻറ്റു -1/√2 0 1/√2 -1/√2 0 1/√2 ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു ഈ 6/√3നെ നമ്മൾ ഈ മൊത്തം വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 6/√3 ഇൻറ്റു 1/√3 1/√3 1/√3 എന്നാണ് ഇവിടെ വരിക. പ്ലസ് അടുത്തത് -6/√2 ഇൻറ്റു 1/√2 ഇൻറ്റു -1/√2 0 1/√2 ഓക്കെ. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഈ 6/√3 ഇതുമായിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √3 × √3 √3 × √3 √3 × √3 അങ്ങനെ വരും. ദാറ്റ് ഈസ് ഇതിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6/3 6/3 6/3 പ്ലസ് അടുത്തത് -6/√2 ഇൻറ്റു ഈ വെക്റ്റർ. ദാറ്റ് ഈസ് നമ്മൾ ഓരോന്നിനും കൊടുക്കുമ്പോൾ -6/√2 ഇൻറ്റു -1/√2 ദാറ്റ് ഈസ് 6/2. അടുത്തത് -6/√2 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. അടുത്തത് -6/√2 ഇൻറ്റു 1/√2 ദാറ്റ് ഈസ് -6/2. ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/3 2 ആണ്, 2 പ്ലസ് 6/2 3 ആണ്. സോ ദാറ്റ് ഈസ് 3 0 -3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ത് കിട്ടി? 5 2 -1. സോ ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ. 5 2 -1 ആണ് പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു എസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു എസ് ഇസ് ഈക്വൽ ടു 5 2 -1. അപ്പോൾ പ്രൊജക്ഷൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ ഓർത്തോനോർമൽ വെക്റ്റർ ആക്കണം. എന്നിട്ട് നമ്മുടെ ആ പ്രൊജക്ഷൻ്റെ ഇക്വേഷനിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ ടു ദ സബ്സ്പേസ് കാണാൻ പറ്റും. ഓക്കെ.